എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബീജക്കുറവിൻ്റെ കാരണങ്ങളും അതിൻ്റെ ആരോഗ്യവശങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഉപാജയക്കുറവ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, അസ്ഥികളുടെ ആരോഗ്യക്കുറവ് എന്നിവയൊക്കെ ബീജങ്ങളുടെ കുറഞ്ഞ എണ്ണത്തെ സ്വാധീനിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. വന്ധ്യതയുള്ള പുരുഷന്മാർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരാളിൽ അമിതഭാരം, ഉയർന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം പോലെയുള്ള മറ്റ് ആരോഗ്യപരമായ അപകട സാധ്യതകൾ കണ്ടെത്തിയാൽ പുരുഷവന്ധ്യതയ്ക്കുള്ള ചികിത്സ ഒരു കുട്ടി ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. നേരത്തെ കണ്ടെത്തിയാൽ പുരുഷവന്ധ്യതയുടെ നല്ലൊരു ഭാഗം തടയാൻ കഴിയും. ഗർഭം ധരിക്കാൻ പ്രയാസമുള്ള ദമ്പതികൾ ശരിയായി രോഗനിർണയം നടത്തുകയും അവരുടെ ചികിത്സകൾ പിന്തുടരുകയും വേണം. എല്ലാ പുരുഷന്മാരും ശുക്ല പരിശോധനയോ സ്ക്രീനിങ്ങോ ചെയ്യണം. പുരുഷന്റെ പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ലൈംഗിക ആരോഗ്യം നിലനിർത്തുന്നതിലും ജീവിതശൈലിയും ഭക്ഷണത്തിലുമുള്ള മാറ്റങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബീജ ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനും ലൈംഗികാരോഗ്യം വളർത്തുന്നതിനുമുള്ള ചില പ്രതിരോധ നടപടികൾ കൂടി പറയാം. ഒന്നാമതായി, പുകയില ഒഴിവാക്കുക. പുകയിലയിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ശുക്ലത്തിന്റെ ചലനവും പ്രവർത്തനവും കുറയ്ക്കുകയും ശുക്ലത്തെ ഫലഭൂയിഷ്ഠമല്ലാതാക്കുകയും ചെയ്യും. പുകവലി പുരുഷന്റെ പ്രത്യുൽപാദനക്ഷമതയെ മാത്രമല്ല, DNA തകരാറുകൾ, ഗർഭചിത്രം എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു. സിഗരറ്റ് വലിക്കുന്നതും പുരുഷന്റെ ഫെർട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്ന ദമ്പതികളോട് പുകവലി കുറയ്ക്കുന്നതിനോ നിർത്തുന്നതിനോ ശുപാർശ ചെയ്യുന്നു. പുകവലി അവസാനിപ്പിച്ച് 3 മാസത്തിനു ശേഷം പ്രയോജനകരമായ ഫലങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അടുത്തതായി, മദ്യം ഒഴിവാക്കാം. 30,000 പുരുഷന്മാരിൽ നടത്തിയ ഒരു പഠനം കണ്ടെത്തിയത് മദ്യം കുറഞ്ഞ ബീജത്തിന്റെ അളവിന് കാരണമാകുന്നു എന്നാണ്. ശുക്ലത്തിന്റെ രൂപത്തെയും ശുക്ലചലനത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. മിതമായതും അമിതമായതുമായ മദ്യപാനം ശുക്ലചലനത്തിനും രൂപത്തിനും ഹാനികരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബീജക്കുറവ് പരിഹരിക്കാനായി മദ്യപാനശീലം ഒഴിവാക്കുക. അടുത്തതായി, വ്യായാമം പതിവാക്കുക. ആരോഗ്യകരമായ ശരീരത്തിനും ലൈംഗിക ആരോഗ്യം നിലനിർത്തുന്നതിനുമുള്ള മികച്ച മാർഗമായി വ്യായാമത്തെ കണക്കാക്കപ്പെടുന്നുണ്ട്. ആരോഗ്യപരമായ ശുക്ലചലനം നിലനിർത്തുന്നതിന് ശരിയായ വ്യായാമം ആവശ്യമാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 30 മുതൽ 45 മിനിറ്റ് വരെയോ ആഴ്ചയിൽ 3 മുതൽ 6 ദിവസം വരെയോ ചെയ്യുന്നത് ശുക്ലത്തിന്റെ അളവ്, ചലനശേഷി, ആകൃതിയും വലിപ്പവും എന്നിവയിലും മെച്ചപ്പെടുത്തുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അടുത്തതായി, അമിതവണ്ണമുള്ളവർ അത് നിയന്ത്രിച്ച് നിർത്തുക. അമിതവണ്ണമുള്ളവരിൽ അമിത കൊഴുപ്പിന്റെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രജനായി പരിവർത്തനം ചെയ്യുന്നതിന് ഇതിന് കാരണമാകാറുണ്ട്. ഇത് ഹോർമോൺ ബാലൻസിൽ മാറ്റം വരുത്തുകയും ബീജോൽപാദനത്തിന് ദോഷകരമായി മാറുകയും ചെയ്യും. അതിനാൽ അമിതവണ്ണമുള്ളവർ തടി കുറയ്ക്കാനുള്ള വഴികൾ സ്വീകരിക്കുന്നതിലൂടെ വന്ധ്യതാ പ്രശ്നങ്ങൾ മാറ്റാവുന്നതാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ്. ശുക്ലത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ ഭക്ഷണവും പോഷണവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആരോഗ്യകരമായ സമീകൃതാഹാരം പുരുഷന്മാർക്കിടയിൽ ശുക്ലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ഉദാഹരണത്തിന്, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ, ആന്റി ഓക്സിഡന്റുകൾ, വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്ന മെഡിറ്ററേനിയൻ ഡയറ്റ് ബീജങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഭക്ഷണമാണ്. പച്ചക്കറികളും പഴങ്ങളും മത്സ്യവും കോഴിയിറച്ചിയും ധാന്യങ്ങളും കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങളും ശുക്ലത്തിന്റെ ഗുണനിലവാരവുമായി നല്ല രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും സംസ്കരിച്ച മാംസം, കൊഴുപ്പ് നിറഞ്ഞ പാലുൽപ്പന്നങ്ങൾ, മദ്യം, കോഫി, പഞ്ചസാര പാനീയങ്ങൾ എന്നിവ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. നേരത്തെയുള്ള കണ്ടെത്തലാണ് അതുപോലെ തന്നെ പുരുഷവന്ധ്യതയെ ചെറുക്കുന്നതിനുള്ള പ്രധാന ഘടകം. പുരുഷന്മാർ ടെസ്റ്റുകൾക്കായി മുന്നോട്ട് വരണം. ഇപ്പോൾ അത് അവരുടെ വീടുകളിൽ തന്നെ സൗകര്യമായി ചെയ്യാൻ കഴിയുന്ന നിലയിൽ ടെക്നോളജി വളർന്നിട്ടുണ്ട്. കൂടാതെ ശരിയായ ക്ലിനിക്കൽ ഉപദേശവും തേടുക. പുരുഷവന്ധ്യത പരിഹരിക്കാൻ സ്വയം ചികിത്സ എന്നോണം അശാസ്ത്രീയമായ മരുന്നുകളെയും സപ്ലിമെന്റുകളെയും ആശ്രയിക്കുന്നതിന് പകരം ഒരു നല്ല ജീവിതശൈലിയിലൂടെ അത്തരം പ്രശ്നങ്ങൾ വലിയ അളവിൽ തടയാൻ സഹായിക്കുമെന്നാണ്
മനസ്സിലാക്കേണ്ടത്.